അധ്യാപകർക്ക് സമരത്തിൽ പങ്കെടുക്കാൻ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ നടപടി. വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LPSലെ പ്രഥമ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജീവനക്കാരുടെ സംഘടനകളുടെ സമരത്തിൽ പങ്കെടുക്കാനാണ് അധ്യാപകർ സ്കൂളിന് അവധി നൽകിയത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, ഇതിൽ കൃത്യമായ ഒരു നടപടിയാണോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്? കാരണം പ്രഥമ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ വിഷയത്തിൽ. മാത്രവുമല്ല, ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുക്കാനാണ് അധ്യാപകർ സ്കൂളിന് അവധി നൽകിയത് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ്. ഇന്ന് പ്രാഥമികമായ നടപടിയാണ് ഇത് നമ്മളിപ്പോൾ പറയേണ്ടി വരും. കാരണം ഈ വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LPSന് അനധികൃതമായി അവധി നൽകിയ സംഭവത്തിലാണ് പ്രഥമാധ്യാപകനായ ജിനിൽ ജോസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു ശ്രദ്ധേയമായ കാര്യം, നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുക്കാനായി അവധി നൽകും അല്ലെങ്കിൽ അവധിയെടുക്കും എന്നുള്ള കാര്യം ജീവനക്കാർ അവിടുത്തെ ഓഫീസൊക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ സമരത്തിൽ പങ്കെടുത്ത സ്കൂൾ ടീച്ചർമാർ അറിയിക്കുന്നത്. എനിക്ക് എപ്പോഴും അങ്ങനെ ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ കാര്യങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവർ അതിന് പരിഹാരമായി അല്ലെങ്കിൽ പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്ര ഒരു സമരത്തിൽ ഒരു സ്കൂൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ളവർ പങ്കെടുക്കുകയാണെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ച് തൊട്ടുതാഴെയുള്ള ഒരു ഉദ്യോഗസ്ഥരെ ജീവനക്കാരനെ ചുമതലയൊക്കെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അല്ലാതെ ഓഫീസ് പൂർണ്ണമായും അടച്ചിടുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ ഒരു നിയമരീതി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓഫീസ് അടച്ചിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടും ഇത് പരിഹരിക്കാൻ മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരെ അടക്കം കൊണ്ടുവന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് 15ഓളം അധ്യാപകർ മാത്രമുള്ള സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ഇത്തരത്തിൽ വിവിധ സംഘടനകൾ നടത്തുന്ന ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിട്ടാണെങ്കിലും അവധിയെടുത്തത്. അതും ശരിയായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ തന്നെ ഓഫീസിൽ സ്കൂൾ പൂട്ടി ഈ അധ്യാപകർ താക്കോൽ കൈമാറിയിരുന്നു. രക്ഷിതാക്കൾ ഇന്ന് സ്കൂളിലേക്ക് കുട്ടികളെ വിടണ്ട എന്നുള്ളൊരു മെസ്സേജും ഇവർ രക്ഷകർത്താക്കൾക്ക് അയച്ചിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ അവധിയെടുത്തത് ശരിയാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. സമരത്തിൽ പങ്കെടുത്തത് ശരിയാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഒരു സർക്കാർ വിദ്യാലയം പൂർണ്ണമായി അടച്ചിടുന്ന ഒരു സാഹചര്യം വന്നിട്ടും അത് പരിഹരിക്കാനുള്ള, അതിന് പരിഹാരം കാണാനുള്ള സംവിധാനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ വകുപ്പിന്റെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വീഴ്ച ഇത് കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ നടപടിയെടുക്കുമ്പോൾ സ്കൂളിലെ പ്രഥമാധ്യാപകനെതിരെ മാത്രമാണോ നടപടി എടുക്കേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനപ്പുറത്തേക്കുള്ള ഉദ്യോഗസ്ഥർ, ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള പ്രാദേശിക തലത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ, അത്തരത്തിലെ അടക്കമുള്ള ആളുകൾക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകേണ്ടതില്ലേ എന്നൊരു ചോദ്യവും ഇതിനൊപ്പം ഉയരുന്നുണ്ട്. ദേവിക. അധ്യാപകർക്ക് സമരത്തിൽ പങ്കെടുക്കാൻ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ നടപടി. വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LPSലെ പ്രഥമ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ജീവനക്കാരുടെ സംഘടനകളുടെ സമരത്തിൽ പങ്കെടുക്കാനാണ് അധ്യാപകർ സ്കൂളിന് അവധി നൽകിയത്. പ്രജിത്ത് മോഹനനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.